ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയൊരു ആപ്പ് ഉണ്ടല്ലോ, ശൂന്യ ആപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് വന്നിരുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് സെറോദയാണ് ഏറ്റവും നല്ലത്, നിങ്ങൾ സെറോദ യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സെറോദ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ശൂന്യയിൽ പോയി ട്രേഡ് എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാനും നമ്മുടെ ബിഗിനേഴ്സിന് നന്നായിട്ട് അറിയാനുള്ള സാധനം ഏറ്റവും നല്ലത് സെറോദയാണ്. ശൂന്യയിൽ നമുക്ക് ഇച്ചിരി പാടാണ്, ലെറ്റേഴ്സൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ് കാണാനും. അതായത് പിന്നെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി പാട് വരും. അതുകൊണ്ടാണ് ഞാൻ സെറോദ റെക്കമെൻഡ് ചെയ്തത്. സെറോദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് പറഞ്ഞാൽ അപ്പോൾ സി ആണോ പി ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശൂന്യം കൂടി ഡൗൺലോഡ് ചെയ്യും, മറ്റേ രണ്ടും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്, അപ്പോൾ അതിൻ്റെ അകത്തുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സെറോദ റെക്കമെൻഡ് ചെയ്തത്. ഒരു ബിഗിനറായിട്ടുള്ള ആളെ എപ്പോഴും സെറോദയിൽ ട്രേഡ് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ശൂന്യം ഞാൻ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ബ്രോക്കേജ് ഭയങ്കര കുറവാണ്. അതായത് നമുക്ക് ടാക്സ് ഏകദേശം 6 രൂപ വരും. അപ്പോൾ ശൂന്യ എന്ന് പറഞ്ഞ പൈസയാണ്, 0 രൂപയാണ് അവർ പിടിക്കുന്നത് ട്രേഡിന് വേണ്ടി. ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് ആ ടാക്സ് മാത്രമാണ്, ഒരു 6 രൂപ. സെറോദ അങ്ങനെയല്ല. സെറോദ 20 രൂപ ബൈ ചെയ്യുമ്പോഴും 20 രൂപ സെല്ല് ചെയ്യുമ്പോഴും പിന്നെ അതിൻ്റെ ടാക്സുമായിട്ടൊരു 12 രൂപ, അങ്ങനെ മൊത്തം ഒരു 52 രൂപ ഒരു ട്രേഡിൽ ഒരു ലോട്ട് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ശൂന്യയ്ക്ക് നമ്മൾ വെറും 6 രൂപയെ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ ശൂന്യയിലിട്ട് മാറിയത്. നല്ല ബിഗിനേഴ്സിന്, നിങ്ങൾ പഠിച്ച് വരുന്നവർക്ക് ഒരു 3000-4000 രൂപ റേഞ്ചിൽ പൈസ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ് ഈ 6 രൂപയൊക്കെ പോകുന്നത്. മറ്റേത് 50 രൂപ, ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ 500 രൂപ പോകും. ഇത് 10 ട്രേഡ് എടുത്ത് 50 രൂപയൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബിഗിനേഴ്സിന് നല്ലത് ഇതാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ പി എന്താ, സി എന്താ, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, പിന്നെ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ്, പിന്നെ വീക്കിലി എക്സ്പയറി ഡേകൾ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് സെറോദയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചിട്ട് നമുക്ക് നേരെ ശൂന്യം വന്നിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇനി വന്നത് ശൂന്യയിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അവരുടെ പഴയ ഒരു ഇൻ്റർഫേസൊക്കെ മാറ്റിയിട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ബോസ് 2-3 പേരോട് ചോദിച്ചു, അതായത് ബ്രാക്കറ്റ് ഓർഡർ, കവർ ഓർഡറൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഫസ്റ്റ് നമുക്ക് ഇതാണ് ശൂന്യയുടെ ആപ്പ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ വേണ്ടത് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റിൽ ഞാനിപ്പോൾ ഒരു നമ്മുടെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി 50, പിന്നെ USD INR, അതായത് നമ്മുടെ കോയിൻ്റെ കുറച്ച് INR-ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാച്ച് ലിസ്റ്റ് 2 കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് കാരണം അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റികൾ, അതായത് 22 ഡിസംബറിൽ എക്സ്പയർ ആകുന്ന ബാങ്ക് നിഫ്റ്റികൾ. അപ്പോൾ പലർക്കും അറിയത്തില്ല ഈ എക്സ്പയറി ഡേറ്റ് അതൊക്കെ എന്താണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു കോൺട്രാക്റ്റിന് ഒരു എക്സ്പയറി ഡേ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സ്പയറി ഡേ എന്ന് പറഞ്ഞാൽ 16-ാം തീയതി ആയിരുന്നു, 15-ാം തീയതി. അതിന് മുമ്പത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9-ാം തീയതി ഒക്കെ ആയിരുന്നു. 9-ാം തീയതി 16-ാം തീയതി ആയിരുന്നു എക്സ്പയറി. അപ്പോൾ അതിന് മുമ്പത്തെ 7 ദിവസം മുമ്പത്തെ 9-ാം തീയതി. അപ്പോൾ അടുത്തത് വന്നത് 22-ാം തീയതിയാണ് അടുത്ത എക്സ്പയറി വരുന്നത്. ഏകദേശം 15-ാം തീയതി ആയിരുന്നു എക്സ്പയറി. അപ്പോൾ 15, 7, 22. ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ എക്സ്പയറി ഡേ എന്താണ്, എക്സ്പയറി ഡേയിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, എക്സ്പയറി ഡേയിൽ എന്ത് സംഭവിക്കുന്നത്, എക്സ്പയറി ഡേ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 42,800 പീന്ന്, അതായത് 42,800 അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുട്ട് ഓപ്ഷനാണോ കോൾ ഓപ്ഷനാണോ നമുക്ക് എടുക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 42,800 പി പുട്ട് ഓപ്ഷൻ നമ്മൾ, അല്ലെങ്കിൽ 43,900 ഇപ്പോൾ ഡിസ്പ്ലേ കാണാം, 43,900 സി പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ നമ്മൾ മേടിക്കാമെന്ന് വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 22 ഡിസംബറിനാണ്, അതായത് 22-ാം തീയതി തീരുന്ന എക്സ്പയർഡ് ആവുന്ന കോൺട്രാക്റ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഈ 43,900 സിക്ക് താഴെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്, അതായത് 43,900 താഴെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. 43,900 മേളിലാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആണ്. അതായത് 43,900 താഴെ മാർക്കറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ സാധനം 43,900 സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിപ്പോകും, നമുക്ക് 0 ആയിപ്പോകും. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പൈസ ഫുള്ള് പോകും. അതുകൊണ്ട് എക്സ്പയറി ഡേയിൽ നമ്മൾ സൂക്ഷിച്ചാണ് ട്രേഡ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ ബിഗിനേഴ്സായിട്ടുള്ള ആരോട് എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാൻ പറയാറില്ല. പിന്നെ ഞാനിത് എങ്ങനെയാണ് ബൈ എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. എന്തായാലും ചോദിക്കുന്നുണ്ട് ഈ ബ്രാക്കറ്റ് ഓർഡർ, കവർ ഓർഡർ, ലിമിറ്റ് ഓർഡർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 43,900 ഉണ്ട്. അപ്പോൾ 43,900 ബാങ്ക് നിഫ്റ്റിയാണ് സി ഞാൻ ബൈ എടുക്കാൻ വേണ്ടി അതിനകത്ത് നിൽക്കും. അപ്പോൾ 43,900 സിയുടെ ഇപ്പോഴത്തെ റേറ്റ് 58 രൂപയാണ്. അപ്പോൾ ഞാൻ നേരെ ബൈ എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുന്നു, ബൈ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാണാം. 43,900 25 അതായത് ഇവിടെ ഫ്രീസ് ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ട് 900. നമുക്ക് മിനിമം മേടിക്കാൻ പറ്റുന്നത് 25ആണ്. അപ്പോൾ ഞാൻ 25 ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ 25 കൊടുത്തു. എത്ര രൂപയ്ക്കാണ്? അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് ആണെങ്കിൽ എനിക്ക് എത്ര രൂപ, ഇപ്പോൾ എനിക്ക് ഇത് വേണമെങ്കിൽ 58 രൂപയ്ക്ക് മേടിക്കുകയെങ്കിൽ 58 രൂപ കൊടുക്കുക. 58 രൂപയ്ക്ക് മേടിച്ച്, അതായത് 58 രൂപയ്ക്ക് അത് ബൈ ആവത്തുള്ളൂ. മാർക്കറ്റ് 60 ആയിക്കോട്ടെ 70 ആയിക്കോട്ടെ അല്ലെങ്കിൽ 55 ആയിക്കോട്ടെ, 58 വന്നാൽ മാത്രമാണ് അത് ബൈ മേടിക്കുക. ഇൻ കേസ് എനിക്ക് അപ്പം തന്നെ മേടിക്കണം, ക്വിക്ക് ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് കൊടുക്കുക, ജസ്റ്റ് അങ്ങ് വലിച്ചു വിട്ടാൽ മതി, മാർക്കറ്റിൽ ബൈ ആയിരിക്കും. അതായത് നോർമൽ MIs എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എക്സ്പയറി ഡേ വരെ, ഇപ്പോൾ നാളെയും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലിൽ മേടിക്കാൻ പറ്റും. MIs ആണെങ്കിൽ ഇന്ന് മേടിച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ വിൽക്കേണ്ടി വരും. അതായത് മാർക്കറ്റ് ഇൻട്രാഡേ സ്ക്വയർ ഓഫ് എന്ന് പറയും. ഇന്ന് തന്നെ നമ്മൾ എന്തായാലും വിറ്റേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ 3:30 ആകുമ്പോൾ അവർ തന്നെ വിറ്റ് സ്ക്വയർ ഓഫ് ചെയ്യും. അടുത്ത് പറഞ്ഞാൽ കവർ ഓർഡർ. കവർ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറുമാണ് എല്ലാവർക്കും ഒരു സംശയം. അവർ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് കവർ ഓർഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓർഡർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൽ ഇപ്പോൾ ശൂന്യയിൽ ഈ കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും ബ്രാക്കറ്റ് ഓർഡർ നമുക്ക് അവൈലബിൾ അല്ല. കാരണം അതിപ്പോൾ ഇക്വിറ്റി സെഗ്മെൻറ്റ്, അതായത് നമുക്ക് സ്റ്റോക്ക് മേടിച്ചിട്ട് വിൽക്കുന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അതായത് അങ്ങനെ ഇതുള്ളൂ. അല്ലാതെ ഈ ബ്രാക്കറ്റ് ഓർഡർ ഇതൊന്നും നമ്മൾക്ക് ഓപ്ഷൻസിൽ നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻസാണ് ഓപ്ഷൻസിൽ അവൈലബിൾ. പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കവർ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ പൈസേനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് 58 ഇൻ കേസ് നമ്മളിത് 58 മേടിച്ചു നോക്കി, 58 അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഒരു 5 രൂപ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വിറ്റ് പോകണം. അപ്പോൾ അത് എത്രയല്ല 53 വിറ്റ് പോകണം. ഞാൻ അവിടെ സ്റ്റോപ്പ് പ്രൈസ് കൊടുത്തിട്ട് ഒരു 5 രൂപ കൊടുത്തു. 5 രൂപ കൊടുത്തിട്ട് ഞാൻ മേടിക്കുകയാണെങ്കിൽ ഓക്കെ, എൻ്റെ ഇപ്പോൾ ഇത് റിജക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓപ്ഷൻസിൽ കവർ ഓർഡർ ബ്ലോക്ക് ചെയ്തേക്കാന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇക്വിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മേടിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ അടുത്താണ് ബ്രാക്കറ്റ് ഓർഡർ. ഇപ്പോൾ കവർ ഓർഡറിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് താഴ്ത്തിട്ട് പോകുമ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റ് പോകും, അതായത് 5 രൂപയ്ക്ക് താഴെ എനിക്ക് നഷ്ടമാണെങ്കിൽ പൊക്കോട്ടെ. അപ്പോൾ അത്രയും, അതായത് അതിൽ കൂടുതൽ ലോസ് നമുക്ക് സഹിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ബ്രാക്കറ്റ് ഓർഡറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് ഇപ്പോൾ 53 ഞാൻ പറഞ്ഞില്ല 58 നമ്മൾ മേടിക്കുന്നു. ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു 68 കൊടുക്കാം, 10 രൂപ ടാർഗറ്റ് കൊടുത്തു. പിന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, അത് നമുക്ക് അതായത് 68 വന്ന കൂടെ 10 രൂപ കൊടുത്താൽ മതി ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് എത്രയാണ് 5 രൂപ. അപ്പോൾ നമുക്ക് 10 രൂപ കിട്ടിയാൽ 10 രൂപ കിട്ടും, പോയാൽ നമ്മുടെ 5 രൂപ കൊടുക്കും. ട്രെയിലിംഗ് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമുക്ക് ഇപ്പം ഞാൻ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 10ആണ്. നമ്മൾ ഓരോ 10 കൂടുമ്പോഴും നമുക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഞാനൊരു 5 കൂടി ഉള്ള ഒരു 10 കൂടി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് 58 നിന്ന് 68 ആയി കഴിയുമ്പോൾ നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അതായത് സ്റ്റോപ്പ് ലോസ് ഇല്ല സ്റ്റോപ്പ് പ്രൈസ് നേരെ 10 കയറും. അപ്പോൾ ഇത് എത്ര കയറും? നേരെ 65 കയറും. അപ്പോൾ 55 നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നെങ്കിൽ, അല്ല 53 കൊടുത്തിരുന്നെങ്കിൽ നേരെ 63 മാറും. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാർക്കറ്റ് താഴ്ത്തിട്ട് വരികയാണെങ്കിൽ 63 നമുക്ക് എക്സിറ്റ് ആയി വരും. അപ്പോൾ നമുക്ക് 58 മുതൽ 63 വരെയുള്ള 5 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. പിന്നെ നമുക്ക് ഇപ്പോൾ അതൊക്കെ മനസ്സിലായി തോന്നുന്നു. ഇതാണ് നിങ്ങൾ ആകെ കുറച്ച് പേര് എന്നോട് ചോദിച്ചത്, അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇത് വാച്ച് ലിസ്റ്റ്. ഇത് നിങ്ങൾ zerodha നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഭയങ്കര, അതായത് ഇത് കാണാൻ ഇച്ചിരിയോടെ പാടാണ്, മറ്റേത് ഇച്ചിരിയോടെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, അവൈലബിൾ എത്ര രൂപയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ യൂസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും എത്ര രൂപയാണ്. പിന്നെ MTM ബുക്ക്, അതായത് ബുക്ക്ഡ് ചെയ്യാനില്ല, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇവിടെ കാണിക്കുന്നത് MTMൽ. ഇന്നിപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, മാർക്കറ്റ് ഇല്ല, അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ 0 കാണിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെങ്കിലും പൊസിഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ കാണിക്കും. ഹോൾഡിങ്സിൽ നമ്മൾ എന്തെങ്കിലും, അതായത് ലോങ് ടൈമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡിങ്സിൽ കാണിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഹബ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എനിക്ക് നമ്മുടെ പേര് കാണിക്കുന്നുണ്ട്. മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകൾ, അത് ലൂസേഴ്സ്, അത് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് കാണിക്കാത്തത്. പിന്നെ ട്രേഡിങ്, ഈ ട്രേഡ് ബുക്ക്, അതായത് നമ്മളെടുത്ത എല്ലാ ട്രേഡിൻ്റെയും
ഇത് അതായത് ട്രേഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ട്രേഡ് ബുക്കിൽ അറിയാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് ലിമിറ്റ്. ഇതിൻ്റെ അകത്ത് ഓൾ സെഗ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഇപ്പോൾ എൻ്റെ കണ്ണ് 3010 രൂപയുണ്ട്. ഇൻ കേസ് നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർജിൻ യൂസ്ഡ് എത്ര രൂപയ്ക്ക്, നമ്മളിപ്പോൾ 2000 രൂപ എടുത്തെങ്കിൽ മാർജിൻ യൂസ്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും 2000 രൂപ. ഈ 10 TB ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളത്തുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മേടിച്ച സ്റ്റോക്കിൻ്റെ, അതായത് ഇന്ന് ഓപ്ഷൻ നടത്തിയതിൽ എത്ര രൂപ നമ്മൾ ചാർജായിട്ട് നമ്മുടെ കയ്യിൽ പോകും. 10 ട്രേഡ് എടുത്താൽ 60 രൂപയെ കാണിക്കത്തുള്ളൂ. അപ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമുക്കിവിടെ അവർ പിടിക്കുമെന്ന് നമുക്ക് നേരിട്ട് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇൻ കേസ് ഒരു 500 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ, അപ്പോൾ അതിവിടെ ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് നമുക്ക് എത്ര രൂപ നമുക്ക് ഇന്ന് പ്രോഫിറ്റായിട്ട് കിട്ടും എന്ന് കാണിക്കും. പിന്നെ പേയിൻ്റെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ എത്ര രൂപയെങ്കിലും ഈ ശൂന്യക്കകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പേയിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. പേ ഔട്ട് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്തെങ്കിലും വിഡ്രോ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും വിഡ്രോ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കാം. അപ്പോൾ ഒറ്റ ദിവസം തന്നെ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്തെന്ന് ഒറ്റയടിക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അതൊരു ഗുണമുള്ള കാര്യമാണ്. വേറെ ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലുണ്ട്, ലോഗിൻ പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യണമെന്ന്, TOTP വെച്ച് വേണമെങ്കിൽ ഫിംഗർ വേണമെങ്കിൽ ഫിംഗർ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഏതൊക്കെ സെക്ഷൻസ്, ഏതൊക്കെ ഫോണിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാം. ഒരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് സെക്ഷൻസിൽ തന്നെ, സെക്ഷൻസല്ല, തീം നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ അത് കുഴപ്പമില്ല. ഇനി അടുത്തുള്ളത് ഓർഡർ പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് പെട്ടെന്ന് ട്രേഡ് എടുക്കും. ഇപ്പോൾ സ്കാൽപ്പൊക്കെ ചെയ്യുന്നവർക്ക്, അതായത് പെട്ടെന്ന് നമുക്കൊരു 5 രൂപയ്ക്ക് എടുത്തൊരു 1000 ക്വാണ്ടിറ്റി 50 രൂപയ്ക്ക് എടുത്തൊരു 51 വിൽക്കണം, അപ്പോൾ നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഗുണമുള്ളതായിരിക്കും. അത് എപ്പോഴും ഇങ്ങനെ മാറ്റി കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് NSE കൊടുത്തു, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് MIs, അതായത് ഇന്ന് വിൽക്കുന്ന രീതി തന്നെ എടുക്കുന്നു. ഓർഡർ ടൈപ്പ് പെട്ടെന്ന് നമുക്ക് എടുക്കാനില്ല, ലിമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഡ്യൂറേഷൻ ഡേ, അത് ഡേ തന്നെ എടുക്കും. മിനിമം ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ NSEയിൽ എത്ര രൂപയാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കുക 1000 കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുക്കുമ്പോൾ ഈ 1000 ക്വാണ്ടിറ്റി മാർക്കറ്റ് എല്ലാം അവിടെ ഡിഫോൾട്ടായിട്ട് ഇടാം. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സംഭവം ഫുള്ളങ്ങ് ബൈ എടുക്കാം. അത് വളരെ ഒരു സ്കാൽപ്പൊക്കെ ചെയ്യുന്നവർക്ക് സുഖമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആപ്പ്. ഇത് അപ്ഡേറ്റ് ആയിട്ട് വന്ന ആപ്പാണ്. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക, ഇതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.